സ്വാഗതം ആശംസിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാടുകടത്തൽ എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകം. അതൊരു മാധ്യമ പ്രവർത്തകനെ ഒരു ഭരണകൂടം നാടുകടത്തുക മാത്രമല്ല ചെയ്തത്. ആ നാടുകടത്തലിൻ്റെ ഭാഗമായി മാധ്യമങ്ങൾ വന്ന് പ്രവർത്തിച്ചു. മാധ്യമങ്ങളെ നാടുകടത്താൻ വേണ്ടി ഒരു ഭരണകൂടം ശ്രമിച്ചിരുന്നു എന്ന് മാത്രമല്ല, നാടുകടത്തലിന് പിന്തുണയുമായോ അല്ലെങ്കിൽ നിശബ്ദത കൊണ്ട് പിന്തുണ നൽകുകയോ ചെയ്തിട്ടുള്ള മാധ്യമങ്ങൾ ആ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പിൽക്കാലത്ത് ആ മാധ്യമത്തിൻ്റെ അന്നത്തെ ചുമതലക്കാരൻ പറഞ്ഞത് കാലം മാറുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഭയം കൊണ്ടാണ്. ഇത് നമ്മൾ എല്ലാ മേഖലയിലും പഠിക്കേണ്ട കാര്യം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ ആളുകളെ ജയിലിലിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ അളവ് കുറയുന്നത് കൊണ്ടോ മോഷണത്തിന്റെ അളവ് കുറയുന്നത് കൊണ്ടോ സ്വാഭാവികമായും പോലീസ് പ്രൊഫഷണൽ ആവുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യം. പക്ഷെ അതാണോ ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരോ പോലീസോ പ്രൊഫഷണൽ ആവുന്നുണ്ട് എന്നുള്ളതിൻ്റെ അളവ് സൂചിക? പുതിയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നില്ല. നമ്മൾ എത്ര കണ്ട് ഈ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതാ നേരത്തെ നാടുകടത്തൽ എന്ന പുസ്തകത്തെയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കുറിച്ച് പറഞ്ഞു. നാട് മാറുന്നതിന് ഞങ്ങൾ വിചാരിച്ചില്ല, ഭയം കൊണ്ടാണ്. ഈ ഒരു മാനസികാവസ്ഥ അന്ന് സൃഷ്ടിക്കാൻ കഴിക്കുമെങ്കിൽ മറ്റൊരു മാനസികാവസ്ഥ യഥാർത്ഥത്തിൽ ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്തുകൊണ്ട് ഭയം, അതിനകത്തുകൊണ്ട് വർഗീയം. യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പൗരൻ എന്ന നിലയിൽ എന്റെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് വർഗീയമായി ചിന്തിക്കാത്ത എത്ര പേര് സമൂഹത്തിലുണ്ട്, പോലീസിലുണ്ട് എന്നുള്ളതാണ്. മാഫിയവൽക്കരണം പോലീസിന്റെ തലപ്പത്തുണ്ടാകുന്നുണ്ടോ? ഒരു പ്രത്യേകമായിട്ടുള്ള അടയാളത്തോടു കൂടി എത്തുന്ന പോലീസുകാരിൽ എത്ര പേര് നമ്മളുമായി സംവദിച്ച് നമ്മുടെ ജീവിതത്തെ അറിഞ്ഞുകൊണ്ട് നമ്മളെ ഒക്കെ തന്നെ സമഭാവനയോടുകൂടി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഡിബേറ്റിംഗ് പോയിന്റല്ലേ എപ്പോഴും കുറഞ്ഞത്. നമ്മള് സെമിനാറുകളുള്ള കാലഘട്ടത്തോളം സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താ? പോലീസിലെ രാഷ്ട്രീയവൽക്കരണം. ശരിയാണ്, അതിനകത്ത് സ്വാഭാവികമായും അലിഞ്ഞു ചേർന്നിട്ടുള്ള തെറ്റായ വശങ്ങൾ ഒട്ടേറെയുണ്ട്, സംശയമില്ല കാര്യത്തിൽ. എന്നാൽ ഈ രാഷ്ട്രീയമായ ഇടപെടൽ അല്ലെങ്കിൽ നിയന്ത്രണം പോലീസിന് ഉണ്ടായിരുന്നില്ല എങ്കിൽ എവിടേക്കോ ആയിരുന്നു ഒന്ന് പോലീസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്റെ മനസ്സിനെ കിട്ടുന്നു. രാഷ്ട്രീയമായ നിയന്ത്രണം പോലീസിനെ പ്രൊഫഷണൽ ആക്കുന്നതിന് വേണ്ടി നിരന്തരം, അതാണ് ഞാൻ ശ്രീ ജേക്കബ് പുന്നൂസിനെ കുറിച്ച് പറഞ്ഞു. ശ്രീ ജേക്കബ് പുന്നൂസ് പോലീസിന്റെ പ്രൊഫഷണലിസത്തിന്റെ നമുക്ക് ഒരു ചിഹ്നമായി കാണിക്കാൻ കഴിയുകയാണെങ്കിൽ ശ്രീ ജേക്കബ് പുന്നൂസിന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അദ്ദേഹത്തിൽ താഴെയോ ഒക്കെ പാരമ്പര്യമുള്ള പോലീസുകാരുള്ള നാട്ടിൽ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ എത്തിച്ചേർത്തിട്ടുള്ള പദവിയിൽ എത്തിച്ചേർന്ന മറ്റുള്ളവരുള്ളപ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. പക്ഷെ അവിടെ നിൽക്കുന്നില്ല, അടുത്ത ഘട്ടത്തിലേക്കാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിയുമ്പോൾ അടുത്ത പ്രതിസന്ധി വരികയാണ്. ആ പ്രതിസന്ധിയെ കൂടി മുറിച്ചു കടക്കാൻ പുതിയ നേതൃത്വത്തിന് സാധിക്കുന്നുണ്ടോ എന്നുള്ള സംശയം അതിഭയാനകമാണ്. കാരണം എന്താ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പതിറ്റാണ്ടുകൾ പിന്നെ അതിൽപ്പെട്ടു പോക്കുന്നു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ഞാൻ തന്നെ ഉദാഹരണത്തിന് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കേരളത്തിലെ വാർത്താ ചാനൽ തുടങ്ങിയ കാലഘട്ടം മുതൽ സജീവമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഈ അടുത്ത ദിവസം തന്നെ പോലീസുമായിട്ട് പല ഘട്ടത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മളുടേതായിട്ടുള്ള എക്സ്പ്രഷനിലൂടെ. അധ്യക്ഷ പ്രാസംഗികൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പോലീസ് നാവ് കൊണ്ട് ജീവിക്കുന്നവരല്ല, അവർ പ്രവർത്തിച്ച് ജീവിക്കുന്നവരാണ്. ഞങ്ങൾ നാവ് കൊണ്ട് ജീവിക്കുന്നവർ തന്നെയാണ്, സംശയമില്ല കാലത്ത്. പക്ഷെ ആ നാവ് എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബോധ്യം വേണം. ആത്മാർത്ഥതയിൽ അലിഞ്ഞ ബോധ്യം വേണം. ഏറ്റവും ഒടുവിൽ നടിയെ ആക്രമിച്ച കേസിൽ എല്ലാം സ്വകാര്യമാണെന്നല്ല പറയുന്നത്. ഞങ്ങളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. സമീപകാലത്തെ 2-3 സംഭവങ്ങൾ ഇപ്പോൾ സ്വാഗത പ്രാസംഗികനും
അധ്യക്ഷ പ്രസംഗികരൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടായി. ഒരു ഡോക്ടറെ വെട്ടിയ കേസില് പ്രതിയെ പോലീസ് ജീപ്പിൽ കയറ്റുന്ന സമയത്തിന് ചോദിക്കാണ് ഈ കൊട്ടേഷൻ വീണ ജോർജിനുള്ളതാണെന്ന് ചോദിക്കാം. ഞാനാണ് ചോദിച്ചത്, എന്റെ തലമുറയാണ് ചോദിച്ചത്. അതേസമയം തന്നെ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടു ജോലിക്കാരിയെ വീട്ടിലെ സ്വർണം വെട്ടു എന്ന പേരില് പോലീസ് അവരുടെ മേൽ നടത്തിയിട്ടുള്ള ഹരാസ്മെന്റിനെ കുറിച്ച് അവർ പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിങ്ങളൊരു കേസിന് പിടിച്ചു കൊണ്ടുപോയി, സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകണം, നിങ്ങൾ ഇതിൽ നിന്ന് തെളിവെടുപ്പ് നടത്തണം, ഒരു സംശയമില്ല കാര്യത്തിൽ. അതേസമയം തന്നെ അത് മാധ്യമങ്ങളിലൂടെ പരിപാടി ചെയ്യുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം. എന്നെ ഇവിടെ ഒരു മോഷണം നടന്നു, പോലീസ് കൺട്രോൾമെന്റ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുന്നു. സംശയത്തിലുള്ള ഒരാൾ നിലയിൽ എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയാണ്. പിറ്റേ ദിവസം പത്രത്തിൽ എന്റെ പടം വരുവാണ്, എന്റെ പേര് വരുവാണ്. പിന്നെ എനിക്ക് സമൂഹത്തിൽ ജീവിതമുണ്ടോ? എനിക്ക് പിന്നെ ബന്ധുക്കളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ എന്റെ നാട്ടിൽ ജീവിക്കാൻ കഴിയുമോ? ഞാനും മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ആദ്യ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടിങ്ങിനൊക്കെ പോയിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ഏഷ്യാനെറ്റ് എന്ന ചാനലുമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഓർമ്മയുണ്ട്. ആ കാലഘട്ടത്തിൽ പ്രതികളെ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി ദൃശ്യം എടുത്തിട്ടുണ്ട്, അത് വാർത്തയെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാറെ, പോലീസ് ആക്ടിൽ 31(3) അല്ലേ ഇത് ചെയ്യാൻ പാടില്ല. അത് പോലീസ് ആക്ടിൽ നിഷ്കർഷിക്കുന്ന കാര്യമല്ലേ. ഇപ്പോഴും നമ്മൾ എത്ര ആളുകളുടെ കാഴ്ച ചെയ്തിട്ടുണ്ട്. ഇതും ഭാഗത്തും എന്താണോ നിയമം അതിനെതിരായി പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. രണ്ടു കൂട്ടരും എല്ലാ സിസ്റ്റത്തിലും പിഴവുകൾ ഉണ്ടാവും, ഒരു സംശയമില്ല കാര്യത്തിൽ. എന്റെ അധ്യക്ഷ പ്രാസംഗികൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതിന് നമുക്ക് എത്ര കണ്ട് സത്യസന്ധരാകാൻ കഴിയുമോ അങ്ങനെ മാത്രമേ നമ്മളുടെ രംഗം നമുക്ക് സുതാര്യമായി സത്യസന്ധമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നടിയാട്ട കേസിൽ 2 കണ്ടംപ്റ്റ് ഓഫ് കോർട്ടും 5 FIR എന്തേ ഈ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് നടിയെ ആക്രമിച്ച കേസിൽ സംശോധന. 1ാം ഘട്ടം നടിയെ ആക്രമിച്ച കേസ് വരുന്നു. അപ്പോഴേക്കും സാക്ഷികളെ മൊഴിമാറ്റുന്ന വിഷയം വരുന്നു. പ്രതികളിൽ ഒരാൾ തന്നെ പത്രങ്ങൾക്ക് അഭിമുഖം നൽകുന്നു, കാണിച്ചു തരാമെന്ന് പറയുന്നു. ഒരു ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഒരു കാര്യം പറയല്ല, ഇതിലൊക്കെയുള്ള ചില ഇപ്പം ലണ്ടനിലെ സൂയിസൈഡ് ബോംബർ എന്ന് പറയുന്നത് ലോകത്തെ 1-2 ഉദാഹരണങ്ങളായിരിക്കും. നമ്മുടെ നാട്ടിൽ നിരന്തരമായി ഏറി കുറഞ്ഞുള്ള ഉദാഹരണങ്ങളുണ്ട്. അപ്പോ തെളിവുകളെ നശിപ്പിക്കുക എന്ന് പറയുന്നത് സാധ്യമാണ് നമ്മുടെ നാട്ടിൽ. സാക്ഷികളെ മൊഴിമാറ്റിക്കുക എന്ന് പറയുന്നത് സാധ്യമാണ് നമ്മുടെ നാട്ടിൽ. എന്നിട്ട് രക്ഷപ്പെടുന്നവർ പിന്നീട് ഇത് ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ളവരെ, ഒഴിഞ്ഞു പോയവരെ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഒരു ഇൻഡസ്ട്രിയെ തന്നെ ഏതാണ്ട് മരവിപ്പിച്ച് നിർത്തുന്ന വിധത്തിലാണ്, അല്ലെങ്കിൽ ഭയപ്പെട്ട് നിർത്തുന്ന വിധത്തിലാണ്. അപ്പോൾ ഒരാൾക്ക് പുതിയ കാര്യങ്ങൾ പറയാനുണ്ട്, കേസുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ അതിന്റെ ഇടം ഒതുക്കി കൊടുക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ, ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ടഫല്ല. അങ്ങനെ ഒരു ഇടം ഒരു പുതിയ ആൾക്ക്, ഒരു പുതിയ സാക്ഷിക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ അനുവദിക്കുമ്പോ അവിടേക്ക് 5 FIR ഒരാളുടെ പേരിലേക്ക് വരുന്നു, 2 കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഒരാളുടെ പേരിലേക്ക് വരുന്നു. സാധ്യമാണ് ഇന്നത്തെ ജുഡീഷ്യൽ സംവിധാനത്തിൽ എന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട് വ്യക്തിപരമായി. അപ്പൊ എന്താ കാര്യം എന്ന് അന്വേഷിക്കുമ്പോ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേക പദവിയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ ഒരു കസ്റ്റഡി മരണക്കേസിൽ രക്ഷിച്ചത് ഈ പ്രതിഭാഗത്തെ മുതിർന്ന അഭിഭാഷകൻ അന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയപ്പോഴാണ്. അപ്പോ അങ്ങോട്ടൊരു സഹായം, ഇങ്ങോട്ടൊരു സഹായം, ഇങ്ങനെയൊക്കെയാണ് നമ്മളെങ്ങനെയാ പ്രൊഫഷണലായി മാറുക. അതിന് നിങ്ങൾക്ക് ആരെയും വഴി കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ വഴി കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ഇവിടെ ചോദിക്കുക. അത് പൊളിറ്റിക്കലായി നമ്മളൊക്കെ അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഘട്ടത്തിൽ അപ്പൊ അത് സാധ്യമാണോ എങ്കിൽ
ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ മേലെ പറക്കാൻ കഴിയുകയാണെങ്കിൽ അതിൻ്റെയും മേലെ പറക്കാൻ കഴിയുന്ന വിധത്തിൽ ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് പോലീസിനെ വർഗീയമായ രീതിയിൽ ഒരു കൂട്ടം ആളുകളെ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ വിജയിച്ചേക്കാം. കേരളത്തിൽ അത് പൂർണ്ണമായും വന്നു എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു പോലുമില്ല. പക്ഷേ ഇത് പോലീസുകാർക്ക് രാഷ്ട്രീയമില്ലെങ്കിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലല്ല ഞാൻ പറയും. രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ പോലീസിൽ നല്ലതാണെന്നുള്ള വിശ്വാസം തന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒരു പാർട്ടി അംഗമായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ ഒരുപക്ഷെ പോലീസിന് ഗുണകരമാവില്ല. പക്ഷെ പോലീസിനൊരു രാഷ്ട്രീയം വേണം. ആ രാഷ്ട്രീയം നമ്മുടെ ഉള്ളിലേക്ക് ഇല്ല എങ്കിൽ, ഓരോ പോലീസുകാരനും ഇല്ല എങ്കിൽ, നാളെ ഈ പോലീസ് എന്ന് പറയുന്നത് ഇപ്പോ നേരത്തെ ജഗ്പുന്നു സാർ എന്ന് പറഞ്ഞ തരത്തിലുള്ള ഈ മതാധിഷ്ഠിത രാഷ്ട്രത്തിലേക്കുള്ള പോലീസ് സേനയിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്നുള്ളത് അതിനാർക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, നമ്മൾ തന്നെ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് എ പാർട്ടി, ബി പാർട്ടി, സി പാർട്ടി, ഡി പാർട്ടി എന്നിങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ മുകളിലേക്ക് വേറൊന്നും നടക്കുന്നുണ്ട്. എന്താ, അത് ഈ മതാധിഷ്ഠിത രാഷ്ട്രീയമാണ്. ഒരു സ്ഥലത്ത് ഹിന്ദു സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇനി അഥവാ ഞാൻ പ്രത്യയശാസ്ത്രപരമായി ഭിന്നമായ കാഴ്ചപ്പാട് പുലർത്തുന്ന ആളാണെങ്കിലും ആ സ്ഥാനാർത്ഥി എനിക്ക് അഭികാമ്യമായി മാറുന്നു. ഇന്ത്യയിൽ എനിക്ക് കേരളത്തിൽ തോന്നിരിക്കുക സമാനമായ ചില കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരും നിരപരാധികളും തമ്മിലുള്ള വ്യതിരിക്തത ഈ നിലയിൽ വർഗീയ ചുവയോടുകൂടി പോലീസിൽ ഉണ്ടാവുകയാണ് എങ്കിൽ നമ്മളിപ്പോൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ കാണുന്ന സാധനം നമ്മുടെ നാട്ടിലേക്ക് പരിശോധിക്കാൻ പോവുകയാണ്. ഭയമേക്ക് സാധാരണ പോലീസുകാരോടല്ല. ഭയം നിങ്ങളെന്നല്ല. ഭയം എന്ന് പറയുന്നത് ഹോർമോൺ കുത്തിവെക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ചില അധികാര പദവികൾ നമുക്ക് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു മാറ്റം ഉണ്ടാവും, ഒരു പ്രത്യേക ഹോർമോൺ രൂപപ്പെടും എന്ന് പറയുന്നത് പോലെ പ്രത്യേക പദവികൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സ്വമേധ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ യഥാർത്ഥത്തിൽ നമ്മളെ വേറൊരു തരത്തിൽ ചിന്തിപ്പിച്ചേക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഒരു മതരാഷ്ട്രവാദ സങ്കല്പത്തിന്റെ പ്രൊട്ടക്ഷൻ കൂടി ഉണ്ട് എന്ന് തോന്നുകയാണ് എങ്കിൽ ആ ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ആ ഹോർമോണിലൂടെ നമ്മുടെ നാട്ടിന്റെ സംസ്കാരത്തെ വെല്ലുന്ന വിധത്തിൽ വേറൊരു സംസ്കാരം കൊണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള പളമൊരുക്കുകയും ചെയ്യും. ദുഃഖമായൊന്നും പ്രസംഗിക്കില്ല, ഞാൻ ആദ്യമേ പറയുന്നു. ഏതായാലും പെൻഷനേഴ്സ്, യഥാർത്ഥത്തിൽ പെൻഷനേഴ്സ് തന്നെ ഈ തരത്തിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുകയും പോലീസിലെ മാറ്റങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അഭിനന്ദനാർഹമാണ്. കാരണം നമ്മുടെ കളി കഴിഞ്ഞു, ഇനി എന്താന്ന് വെച്ചാൽ നടക്കട്ടെ എന്നല്ല. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകനായിട്ട് ശ്രീ രാജൻ തന്നെ 3 പുസ്തകങ്ങൾ പോലീസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഞാൻ വായിക്കാൻ ശ്രമിച്ചു തുടങ്ങി. നിങ്ങളുടെ അനുഭവം, നിങ്ങളുടെ ജീവിതം സർവീസ് സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടം. അത് ഇനി വരാനിരിക്കുന്ന തലമുറക്ക് നല്ല പാഠമായിരിക്കും. അല്ലെങ്കിൽ അതാണ് ഏറ്റവും ആദ്യത്തെ പാഠം മകൾ പഠിക്കേണ്ട. യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ടുള്ള ഏറ്റവും നല്ല തലമുറ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ തലമുറ, അതായത് നിങ്ങൾക്ക് ശേഷം എടുത്ത എൻ്റെ തലമുറ ഈ ലോകത്തിന്റെ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ മാറ്റപ്പെടുത്തിയിട്ടുള്ള, പ്രകൃതിയെ തകർത്തിട്ടുള്ള ആളുകളാണ് ഞാൻ. നിങ്ങളുടെ തലമുറ എന്ന് പറയുന്നത് നല്ല മൂല്യങ്ങളുള്ള തലമുറ. ആ മൂല്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ വരാതിരുന്ന തലമുറയ്ക്ക് കൂടി അവരെ കൂടി പാതിയെടുത്ത വിധത്തിൽ അനുഭവങ്ങൾ കൈമാറുക, അതിന് ഇത്തരം സെമിനാറുകൾ ഗുണകരമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.